ഹായ്, ഞാൻ ദീപ. അപ്പോൾ ഇത് ചങ്ങനാശ്ശേരി പോയിട്ടുള്ള ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസമാണ്. ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണ്. ഇന്ന് നമ്മൾ പള്ളിയിലൊന്നും പോയില്ല. അതിന് പകരം ഒരു ചെറിയ കുരിശിൻ്റെ വഴി നമ്മുടെ വീടിൻ്റെ പരിസരത്തോടെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. ഒരു കുരിശിൻ്റെ വഴി തന്നെയായിരുന്നു കേട്ടോ. നമ്മളുടെ ബിജുവിൻ്റെ വീടിൻ്റെ കുറച്ചങ്ങോട്ട് മാറിയിട്ട് ഒരു വയൽ പോലെ, കണ്ടം എന്നാണ് പറയുന്നത് അവർ. അപ്പോൾ വയൽ പോലുള്ളൊരു സ്ഥലമുണ്ട്, നല്ല ഭംഗിയാണെന്ന് പറഞ്ഞിട്ട് അവിടെ കാണാനായിട്ട് പിള്ളേരെയും കൂട്ടിയിട്ട് പോവാണ്. വയല് ഈ കാണുന്ന റബ്ബർ തോട്ടോ? അപ്പോൾ കല്യാണം കഴിഞ്ഞ സമയം തൊട്ട് ഞാൻ കേൾക്കുന്നതാണ്. ബിജു എപ്പോഴും പറയും മഴ പെയ്യുമ്പോൾ ഞങ്ങൾ ഓടി കണ്ടെത്തി പോയിട്ട് അവിടെ നിന്ന് മീൻ പിടിച്ചിട്ട് വരുമെന്ന് എപ്പോഴും പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ഞാൻ കാണാൻ പോയിട്ടില്ല. ഇതിപ്പോൾ പിള്ളേർ വീട്ടിലിരുന്ന് ബോറടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ സ്ഥലമൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയേക്കുവാണേ. അത് മീനെ പിടിക്കാൻ വേണ്ടി തടയിട്ടിട്ട് കണ്ടോ, ഒരു സൈഡ് മാത്രം, ഒരു അല്പം സ്ഥലം മാത്രം തടയിടും. എന്നിട്ട് അവിടെ കൊണ്ടുപോയി മീനിന്റെ കൂടുകൾ ഇങ്ങനെ നിർത്തി വെക്കും. മീനിന്റെ കൂടുകളുണ്ട്, മീനെ പിടിക്കാനുള്ള കൂടുണ്ട്, അതിങ്ങനെ നിരത്തി വെക്കും. അപ്പൊ അതിനകത്തൂടെ വന്ന് മീൻ വന്ന് കയറും. അതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല. ഇവിടെയാണോ വന്ന് മീൻ പിടിക്കുന്നെന്ന് പറഞ്ഞേ? ഈ തോടിന്റെ അങ്ങേറ്റം തൊട്ട് അങ്ങ് വരും. നടന്നു പോവോ? പിന്നല്ലാണ്ട് ഇതിലോട്ട് ഇറങ്ങുവോ? നോക്കട്ടെ, നീ നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ, കാണിച്ചേ. ഇവിടെ എത്തിയപ്പോൾ ഇവരൊന്ന് വെള്ളത്തിലിറക്കാമെന്ന് വിചാരിച്ച് ഇറക്കിയതാ. പക്ഷേ കുറച്ച് നേരെ കാല് ഒന്ന് വെള്ളം നനയ്ക്കാനേ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും അപ്പുറത്തെ വീട്ടിലെ ഒരു ചേട്ടൻ ആടിനെ കുളിപ്പിക്കാനായിട്ട് വന്നു. അപ്പോൾ പിന്നെ നമ്മൾ മാറിക്കൊടുക്കേണ്ടി വന്നു കേട്ടോ. അത് അന്നയ്ക്കും ആനിക്കും ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര ദേഷ്യത്തിലാണ് തിരിച്ച് ഇറങ്ങിയത്. അത് ചെരുപ്പ് ഒഴുകി പോയാലേ, നിങ്ങൾ ആരും ചെരുപ്പിടാതെ അങ്ങ് നിന്നാ മതി. ബാബാ മോളിങ്ങി കയറി വാ. ബാബാ കയറി വാ, കയറി വാ. ബാബാ ബാബാ ആടുമേനെ കുളിപ്പിക്കാൻ പോ. എന്റെ ചെരുപ്പ് പച്ചക്ക് വേണം. അനിയന്റെ ചെരുപ്പ് ആട് കൊടുക്കും. ഇതിനകത്ത് കുളിക്കാൻ പറ്റില്ല, അഴുക്ക് വെള്ളമാണ്. നമുക്ക് അങ്ങോട്ടും പോണം. നമ്മൾ ഇനിയും പോകാനുണ്ട്, പോയിട്ട് വരാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഭയങ്കര തണുപ്പല്ലേ എന്ന്. ഈ മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വെയിലൊന്നും ഇങ്ങോട്ട് അടിക്കത്തില്ല.
പക്ഷെ വീടിന് ചുറ്റും ഈ റബ്ബർ മരങ്ങൾ തന്നെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഹ്യൂമിഡിറ്റി അതിൻ്റെ മാക്സിമത്തിലാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ചൂടായിട്ടൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ ആവി എടുക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. എപ്പോഴും നമ്മൾ വിയർത്ത് കുളിച്ചുകൊണ്ടിരിക്കും. ബിജുവിന് അതൊരു പ്രശ്നമല്ല, കാരണം ബിജു പണ്ടോട്ടെ ഇവിടെ ഉള്ളതുകൊണ്ട് ആ ക്ലൈമറ്റ് കുഴപ്പമില്ല ബിജുവിന്. പക്ഷെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനും ആനിക്കുട്ടിയൊക്കെ ഫുൾ ടൈം വിയർത്ത് കുളിച്ചാണ് ഇരുന്നുകൊണ്ടിരുന്നത്. നോക്കട്ടെ ആനി, ചെവിയിലെ പൂ കാണിച്ച്. ഇതുപോലത്തെ സൗണ്ടുകളൊക്കെ നിനക്കൊക്കെ അവിടെ കേൾക്കാൻ പറ്റുമോ? ഇതിന്റെ വലിയ ബിഗ് ട്രീസ് കണ്ടോ? ഇതിന്റെ മുന്നോട്ട് കൂടെ ഇഷ്ടം പോലെ കിളികളുടെ കൂടൊക്കെ ഉണ്ടാവും. ജംഗിളിൽ ചെന്നാണ് വലിയ മരമാ കണ്ടോ? യക്ഷിയുള്ള പനിയല്ലേ ഇത്? ഇതോ കമ്പെടുത്തിട്ടാണ് നമ്മൾ ചൂണ്ടയ്ക്ക് ചൂണ്ടയ്ക്കോ? ചൂണ്ടക്കണമെന്ന് പറയും. അത് ഉണങ്ങിക്കഴിഞ്ഞാൽ തീരെ വെയിറ്റ് കുറവാണ്, നല്ല സ്ട്രോങ് ആണ്. അപ്പൊ അതിലാണ് ചൂണ്ട നൂല് കിട്ടുന്നത്. കുരുകിൽ ചെടി, കുരുകിൽ ഏതാ? ഇതാണ് അതിന്റെ വാലുണ്ട്, ഭയങ്കര നീളമുള്ള വാലാണ്. അവിടെ ആ മരത്തിൽ ഒരു കുഞ്ഞ് ക്ലീൻ ബ്ലാക്ക് കളർ വേണ്ടത് അവിടെ കണ്ടോ? ഞാൻ എവിടെയും കണ്ടില്ല. കണ്ടോ? ഇതായിരിക്കും. ഇവിടെ വെള്ളമൊന്നും ഇല്ലല്ലോ, പിന്നെ അങ്ങനെ മീൻ പിടിക്കുന്നേ? മഴയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നിറഞ്ഞു കവിഞ്ഞു ഒഴുകും. ഇവിടെ എല്ലാം ഈ വെള്ളം ഉണ്ടാകും, വെള്ളം ഉണ്ടാകും. ഇവിടെ മാത്രം എന്താ മീൻ കിട്ടാനായിട്ട്? അത് തോട്ടിൽ നിന്ന് ഇതുവഴി കയറി വരും മീൻ. കണ്ടത്തിലോട്ട് വയലിലോട്ട് കയറാനുള്ള പാത്താണ് ഇതുവഴി എപ്പോഴും കയറി വരും മീൻ. അപ്പം അവിടെ പോയിടും, ചൂണ്ടയിടും, പിന്നെ വലയിടും. കാല് ഒക്കെ ഉണ്ടടി അതിനകത്ത്. വെറുതെ കഴിക്കാൻ പറ്റത്തില്ല, പ്രോസസ് ചെയ്യണമെന്ന് തോന്നുന്നു. ഇതിലൊരു പ്രത്യേകതരം സാധനമുണ്ട്, അതിങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ വരും. നാച്ചുറൽ ടാറ്റു കണ്ടോ? മുടങ്ങിയുണ്ടോ? ഇത് വാവച്ചി കണ്ടോ? തൊട്ടാവാടി കണ്ടോ? വേണ്ട പശ. ഇത് വെച്ചാണ് പണ്ട് ഓരോന്നൊക്കെ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത്, പട്ടം ഉണ്ടാക്കാൻ. അവള് പോയി. എന്നാ ബാ ആനി തളർന്നു. ഇനിയും പോകണ്ടല്ലേ? ഇതുണ്ട് ബട്ടർഫ്ലൈനൊക്കെ ഉണ്ട്. എന്നാ നമുക്ക് വീട്ടിൽ പോവാം. ഈ വഴി എല്ലാ ദിവസവും നടന്നു കഴിഞ്ഞാൽ എന്റെ വെയിറ്റ് കുറയും. ഇതുവരെ നടക്കാതിരുന്ന് നടന്നിട്ടാന്ന് തോന്നുന്നു. ഇത്രയും നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആകെ ഡൗൺ ആയി. തിരിച്ച് വീട്ടിൽ കയറിയിട്ട് ഞാൻ ഉച്ച മൊത്തം കിടന്ന് ഉറക്കമായിരുന്നു. എന്ന് വെച്ചാൽ അത്രയ്ക്ക് അങ്ങ് തളർന്നുപോയി. കുറച്ച് ദൂരം നമുക്ക് നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുരിശിൻ്റെ വഴി കൂടിയൊരു എഫക്റ്റ് തന്നെയായിരുന്നു. വന്നു കഴിഞ്ഞ് നേരെ കയറി കിടക്കുമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നാളെ നമുക്ക് ആലപ്പുഴ ബീച്ചിൽ പോകുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ട് മുട്ടാം. ഞാൻ പോണ തിരിച്ച്.